ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈ ഈശോ ഇന്നും നിന്റെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ഒരു അന്ധൻ്റെ നിലവിളി പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 38-ാമത്തെ തിരുവചനത്തിൽ ഒരു അന്ധൻ്റെ നിലവിളി പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അതിൽ ആൾക്കൂട്ടം കടന്നു പോകുമ്പോൾ അവൻ അന്വേഷിക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഇത്ര ബഹളം. അപ്പോൾ ആരോ പറയാണ് യേശു കടന്നു പോകുന്നത്. അവൻ പറയാണ്, ദാവീദിന്റെ പുത്രനായ യേശു എന്നിൽ കനിയണമേ. വലിയൊരു കാഴ്ചപ്പാടാണ്, വലിയൊരു നിലവിളിയാണ്. അവൻ ഉറച്ചു നിലവിളിക്കുകയാണ്. പലരും അവനെ തടസ്സപ്പെടുത്തുന്നുണ്ട്, പക്ഷെ അവൻ ഉറച്ചു കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവന് സൗഖ്യം കിട്ടി. ഈ നിലവിളി അന്ധനായ ഒരു വ്യക്തിക്ക് കാഴ്ച കൊടുത്തെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നീ നിന്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ ഈ നിലവിളിയുടെ അലയടി ഒന്ന് ഉയർത്തി നോക്കിക്കേ. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഈശോനെ നോക്കിക്കൊണ്ട്, ഈശോയെ മനസ്സിൽ കണ്ടുകൊണ്ട്, ഈശോയിലേക്കെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നിനക്കൊന്ന് നിലവിളിക്കാവോ? ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. നീ അത്ഭുതങ്ങൾ കാണും, നീ വിടുതൽ പ്രാപിക്കും, നീ സൗഖ്യം പ്രാപിക്കും. നിന്റെ ജീവിതത്തെ ആ നിലവിളി മാറ്റിമറിക്കും. കാരണം ദാവീദിന്റെ പുത്രനായ ഈശോയ്ക്ക് നിന്റെ ജീവിതത്തിൽ പലതും ചെയ്യുവാനായിട്ട് സാധിക്കും. അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾക്ക് ഒപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്നോട് നിലവിളിച്ചുകൊണ്ട് അന്ധം കാഴ്ച പ്രാപിച്ചല്ലോ. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈ വ്യക്തിയുടെ എല്ലാ ക്ലേശങ്ങളെയും സമർപ്പിക്കുകയാണ്. നിന്നിലേക്കുള്ള ആശ്രയത്വത്തിലുള്ള നിലവിളിയിലൂടെ എല്ലാ മേഖലയിലും വിടുതൽ പ്രാപിക്കുവാനായിട്ട്, സൗഖ്യം പ്രാപിക്കാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു